നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇന്നലെ അത് അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ NSSുമായിട്ടുള്ള അഭിപ്രായ ഭിന്നത മാറ്റാൻ ശ്രമിക്കുക. അഭിപ്രായ ഭിന്നതയൊന്നുമില്ല. അപ്പോൾ വി ഡി സതീശൻ പറഞ്ഞ, അതായത് ജി സുകുമാരൻ നായർ പറഞ്ഞ കാര്യം വെച്ചുകൊണ്ടാണ്. ജി സുകുമാരൻ നായർ പറഞ്ഞത്, ഇപ്പോൾ ഇതുവരെ മാർക്സിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം കൊള്ളുകല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമദൂര സിദ്ധാന്തം എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ അങ്ങോട്ട് മാറിയിട്ട് ഇടതുപക്ഷത്തിന് കൂടി ചേരുകയാണ്. അപ്പോൾ അത് ഒരു 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 യഥാർത്ഥത്തിൽ ഒരു ഷോക്കായി കാണും UDFന്. കാരണം ഒരു കാര്യമുള്ളതല്ല, ഈ ഷോക്കാണ്ട ആവേണ്ട കാര്യമില്ല ഇവർക്ക്. ഈ സുകുമാരൻ നായരെന്നും പറഞ്ഞാലൊന്നും ആരും വോട്ട് കൊടുക്കത്തില്ല. അയാളുടെ വീട്ടിലുള്ളവർ പോലും വോട്ട് കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. പറയുന്നവർക്ക്, സുകുമാരൻ നായർ പറയുന്നവർക്ക് ആളുകൾക്ക് ബോധമുള്ളവരാണ് ഇന്നത്തെ കാലത്ത്. അതുപോലെ തന്നെ SNDPയുടെ വെള്ളാപ്പള്ളി നടേശൻ, അയാൾ പറയുന്നവർക്ക് ഈഴവ സഹോദരങ്ങളെല്ലാം വോട്ട് കൊടുക്കും. ഒന്നുമില്ല, ചിലപ്പം വന്നാൽ 1% അല്ലെ 0.5% എങ്ങനെ അതങ്ങ് പോട്ടെന്ന് വെക്കണം. അതിന് പുറകെ ഇവരുടെയൊക്കെ കാല് പിടിക്കാൻ നടക്കുന്നവരെ എന്ത് ചെയ്യാൻ വെക്കും? അതിലാണ് എനിക്ക് വി ഡി സതീശനെ ഇഷ്ടപ്പെട്ടത്. വി ഡി സതീശനെ അവിടെ നിലമ്പൂരെ ആ മത്സരത്തിന് വന്നപ്പോൾ എങ്ങനെയെങ്കിലും ഈ PV അൻവറെ പ്രീണിപ്പിച്ച് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ ഒരു നല്ല ഒരു സ്റ്റേണായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തു. അത് പറ്റില്ല, അതിൻ്റെ ആവശ്യമില്ല, അത് പുകഞ്ഞ പുള്ളി പുറത്ത് മതി, അയാളുമായിട്ട് ഇനി ചർച്ചയില്ല എന്ന് പറഞ്ഞു. ആ പറഞ്ഞ തീരുമാനം, ആ തൻ്റെ ഇടം കണ്ടപ്പോൾ പലരും പറഞ്ഞു ഇത് വലിയ പ്രശ്നമാവും, അങ്ങനെ വേണം ഇങ്ങനെ വേണം, ഉടനെ മുസ്ലിം ലീഗ് ഇയാളെ കൊണ്ടുവന്നില്ലെങ്കിൽ വലിയ കുഴപ്പം സംഭവിക്കും, പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ എല്ലാവരും കത്തിക്കരിഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്താ ഉണ്ടായി? അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി കേട്ടോ, അദ്ദേഹം, അതായത് UDFൻ്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ്സുകാരൻ ആര്യാടൻ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തോടു കൂടി അവിടെ ജയിച്ചു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അത് കണ്ടല്ലോ. അപ്പോൾ അത് മറക്കാൻ പാടില്ല. ഈ കോൺഗ്രസ്സുകാരും ജനങ്ങളും അത് മറക്കരുത്. വി ഡി സതീശൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള സ്റ്റേണായിട്ടുള്ള ഒരു ഡിസിഷനായിരുന്നു അത്. ബാക്കി ആളുകൾക്കൊക്കെ ഒരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു അൻവറുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ സന്ധി ചെയ്യണമെന്ന്. പക്ഷേ സതീശനെ സമ്മതിച്ചില്ല, നിന്ന് പറഞ്ഞു. അതിനെ മറികടക്കാനുള്ള അന്ന് നേതൃത്വത്തിൽ ആരും ഇല്ലായിരുന്നതുകൊണ്ട്, അതിനുള്ള കഴിവില്ലായിരുന്നതുകൊണ്ട് വി ഡി സതീശൻ്റെ മണ്ടയിൽ ഇട്ട് കളയാം. അപ്പോൾ വി ഡി സതീശൻ പറഞ്ഞു, തോറ്റാൽ അതിനെ എന്ത് വന്നാലും അതിൻ്റെ റിസൾട്ടിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ്, വേറെ ആർക്കുമല്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിച്ച ആളാണ് വി ഡി സതീശൻ. അപ്പോൾ വി ഡി സതീശൻ്റെ ചോദിച്ചു, ജി സുകുമാരൻ നായരെ എങ്ങനെയെങ്കിലും പ്രീണിപ്പിച്ചുകൊണ്ട് NSSന്, അന്നേരം അദ്ദേഹം പറഞ്ഞ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. NSSന് അവരുടേതായ അഭിപ്രായങ്ങൾ കാണും, അവരുടെ ആവശ്യങ്ങൾ കാണും, അതിന് അവർക്ക് അവകാശമുണ്ട് ഏത് തീരുമാനം എടുക്കാനും, അവരേത് സ്റ്റാൻഡ് എടുക്കാനും അവർക്ക് തീരുമാനമുണ്ട്. അത് അവരാണ് എടുക്കേണ്ടത്. അവരെടുക്കുന്ന തീരുമാനം തിരുത്താൻ പറയാനുള്ള അവകാശമൊന്നും കോൺഗ്രസിനോ എനിക്കോ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ അതിങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നില്ല. സുകുമാരൻ നായർ തീരുമാനം എടുക്കുന്നെങ്കിൽ ഇഷ്ടമുള്ള എടുത്തോട്ടെ. അതായത് NSS ഏത് തീരുമാനം എടുത്താലും അത് അവരുടെ കാര്യം, ഞങ്ങളുടെ കാര്യമല്ല എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം കാണിച്ച ഒരേ ഒരു നേതാവ് ഇപ്പം ഞാൻ കണ്ടത് വി ഡി സതീശനാണ്. അപ്പോൾ അതിനിടയിൽ കോൺഗ്രസിൽ തന്നെ ചാഞ്ചാട്ടം എന്തോന്നറിയോ, ഏതെങ്കിലും വിധത്തിൽ KPCCയുടെ അതൊക്കെ യഥാർത്ഥത്തിൽ വിവരക്കേടാണ് പറയുന്നത്. അത് ഇപ്പോൾ ഇയാളെ പോയി പഠിപ്പിക്കുന്നു, സുകുമാരൻ നായർക്ക് പോയി ക്ലാസ് കൊടുക്കാൻ പോവുക. അതായത് ഞങ്ങളുടെ നേരത്തെ ഉള്ള നിലപാടിൽ നിന്ന് മാറ്റമൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഇപ്പോൾ എന്തോ സംഭവം എന്നറിയോ, നിലപാട് മാറ്റം വന്ന ഇവിടെ ആർക്കാണ്? ജി സുകുമാരൻ നായർക്കാണ്. വേറെ ആർക്കും നിലപാട് മാറ്റം വന്നില്ല. നിലപാട് മാറ്റം വന്നേ, അതായത് ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ, അതായത് ശബരിമല ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മുമ്പ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ, ഇടതുമുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്ത്രീകളെ കയറ്റുന്നതുമായിട്ടുള്ള വലിയ പ്രശ്നമുണ്ടായി. അപ്പോൾ അതവിടെ ആചാര ലംഘനം നടന്നു എന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കിയത് ഈ യഥാർത്ഥത്തിൽ മുന്നോട്ട് വന്നത് NSS ആണ്. പറയാതിരിക്കാൻ നിവർത്തിയില്ല, അവരത് വന്നു. അത് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യ യഥാർത്ഥത്തിൽ BJP പോലും ആ വിധിയെ അനുകൂലിച്ചതാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അങ്ങോട്ട് കടകം മറിഞ്ഞു. അതായത് അത് ശരി, വലിയ കുഴപ്പം കാണിച്ചു, ആചാരം സംരക്ഷിക്കണം. കാരണം അവർക്ക് എന്തും വിളിച്ച് പറയാമല്ലോ. ഈ വായിന്ന് പോകുന്ന വാക്കുകളിൽ വാവിട്ട കൂടാലി എന്ന് പറയുന്ന പോലെ ഉള്ളൂ, അതുപോലുള്ള അല്ലാതെ ഒന്നുമില്ല. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തത്. അപ്പോൾ NSS അതിനു വേണ്ടി ശക്തമായിട്ട് നിലകൊണ്ടു. കാരണം ആചാരം സംരക്ഷിക്കണം, ആചാര ലംഘനം നടക്കുന്നു, അത് തെറ്റാണ് എന്നുള്ള രീതിയിൽ എടുത്തു. അപ്പോൾ അവിടെ ഈ ആചാരം ലംഘിച്ചെന്ന് പറയുന്ന ആരാണ് യഥാർത്ഥത്തിൽ? അതിന് ഉത്തരവാദികൾ ആരാണ്?
അന്നത്തെ ഭരണം നടത്തുന്ന ഇടതുപക്ഷ മുന്നണിയാണ്. അപ്പോൾ അതായത് പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി അവരാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വളരെ വലിയൊരു ബാന്ധവം അങ്ങുണ്ടായി. ഏതോ ഒരു രഹസ്യ അജണ്ടയുടെ ഭാഗമാണ് ഇതെന്നുള്ളതിന് ആളുകളുടെ സംശയം, അതിന് സംശയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ഇപ്പം എന്താ കോൺഗ്രസിനെതിരെ, അതായത് ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായിട്ട് ഇത് ഇങ്ങനെ സംസാരിക്കാൻ എന്ത് പുതിയ കാര്യമുണ്ടായി എന്നുള്ളതാണ്. അതായത് ഈ ശബരിമല അത് ആഗോള അയ്യപ്പ സംഗമം, അതിലേക്ക് കോൺഗ്രസ്സുകാർ പോയില്ല. കോൺഗ്രസ്സുകാർ പോകാഞ്ഞത് കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന ജിമ്മിക്കെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുമ്പുണ്ടാക്കി അവർ കാണിച്ച അനാവശ്യങ്ങൾ തിരുത്തണം എന്നുള്ള ഒരു രീതിയാണ്. അതിന് ഇവർ നിന്നു കൊടുക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അവർ പോകുന്നില്ല എന്ന് പറയുന്നത് നല്ല സ്റ്റാൻഡ് തന്നെയാണ് കോൺഗ്രസ് എടുത്തത്. ഒരു തെറ്റും അതിൽ കാണുന്നില്ല ഞാൻ. അത് കഴിഞ്ഞ് അപ്പോൾ അവിടെ NSS ഈ സുകുമാരൻ നായർ പ്രതിനിധികളെ അയച്ചു, NSSൻ്റെ അയച്ചു. അവിടെ NSS പങ്കെടുത്തു. പിന്നെ വെള്ളാപ്പള്ളി നടേശനാണെങ്കിൽ സ്റ്റേറ്റ് കാർ നമ്പർ 1 ചെന്നിറങ്ങുന്നത് മുഖ്യമന്ത്രിയോടൊപ്പം, ബഹുമുഖ്യമന്ത്രിയോടൊപ്പം. പറഞ്ഞ തെറ്റിപ്പോയി, ക്ഷമിക്കണം കേട്ടോ, ഞാൻ അബദ്ധം പറ്റി പറഞ്ഞു പോയതാണ്. ബഹു ഇല്ലാതെ പറഞ്ഞു പോയത്, തെറ്റി ക്ഷമിക്കുക. അപ്പോൾ ഇത് അവിടെ ചെന്നിറങ്ങി. ഇതിപ്പോൾ അപ്പോൾ ഇന്നെന്തറിയോ, സാധാരണ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു ബാന്ധവം ഉണ്ടാവും. പെട്ടെന്ന് ഈ NSSും അതുപോലെ തന്നെ, അതായത് അത് പതിവ് പോലെ ശ്രീ സുകുമാരൻ നായരും ശ്രീ വെള്ളാപ്പള്ളി നടേശനും കൂടെ പെട്ടെന്നൊരു ബാന്ധവം ഉണ്ടാവും. ഇപ്പോഴും ഉണ്ടായി അത്. കാരണം എന്തെന്നറിയോ, വിലപേശലിൻ്റെ ഒരു ഭാഗമാണ്. ഇവരുടെ കാര്യം, അതൊക്കെ അവരുടെ കാര്യമാണ്. ആരെയും പ്രീണിപ്പിക്കാൻ ഇല്ല, ഞങ്ങൾ കോൺഗ്രസ് ഇല്ല എന്ന് തൻ്റെ ഇടത്തോടുകൂടി നെഞ്ചുറപ്പോടുകൂടി പറയുന്നത് VD സതീശൻ മാത്രമാണ്. അതിനെ ഞാൻ യഥാർത്ഥത്തിൽ അഭിനന്ദിക്കുകയാണ് സതീശനെ. സതീശൻ്റെ സ്റ്റാൻഡാണ് ശരി. കാരണം ഇതെന്താണെന്നറിയാം, സതീശനെ പറയാം. കാരണം ഇവരാരും പറഞ്ഞാലൊന്നും ആരും വോട്ട് കൊടുക്കത്തില്ല. ഇന്നത്തെ കാലത്ത് ബോധമുള്ള ജനങ്ങളാണ് കേരളത്തിൽ ഉള്ളത്. അതാണ് പ്രശ്നം. ഇനി ഇതിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാക്കി ഒരു 3-4 ഭാഗങ്ങൾ ഒക്കെ ആയിട്ട് അങ്ങോട്ട് മാറുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. കാരണം എന്താ, ജനങ്ങൾ പറയും, എടാ ഇങ്ങനെ തമ്മിലടിക്കുന്നവന്മാരെ കയറ്റി വെച്ചാൽ എന്ത് ചെയ്യും നോക്കും. അതുകൊണ്ട് ഇത്രയും 10 വർഷം അങ്ങ് സഹിച്ച് കേട്ടോ, നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയനെ അങ്ങ് സഹിച്ചു, ഇനി അങ്ങ് സഹിക്കാം 5 വർഷം എന്നവർ തീരുമാനം എടുത്തേക്കാം. അതിൻ്റെ കാര്യം എന്തുവാ, നിങ്ങൾ തമ്മിലടിയാണെങ്കിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത്. അത് നിങ്ങളുടെ കാര്യം, എനിക്കത് കാര്യമൊന്നുമില്ല. പക്ഷേ ശ്രീ സതീശൻ്റെ സ്റ്റാൻഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് കഴിഞ്ഞിട്ട് KPCCയുടെ പ്രസ്ഥാനം കാണുന്നു, ഇവരെ പോയി ബോധവൽക്കരിക്കും എന്ന് വെച്ചാൽ ഇവർക്ക് ബോധമില്ലാതെ പറഞ്ഞതാണ് ഇങ്ങനെ കേട്ടോ ഇടതുപക്ഷം. കാരണം അവരെ ഞങ്ങളുടെ സ്റ്റാൻഡിൽ വ്യത്യാസം ഉള്ളത് ഇപ്പം നിങ്ങൾക്കാണ്, അല്ലെ മാർക്സിസ്റ്റ് പാർട്ടിക്കാണ് എന്ന് അവരെ പോയി ബോധവൽക്കരിക്കുന്നു. ഇതറിയാൻ വയ്യാതാണോ ഈ സുകുമാരൻ നായർ വരുന്നത്? ഇതൊക്കെ അറിയാം, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോയി പണി നോക്കാൻ പറഞ്ഞത്. VD സതീശൻ പറഞ്ഞതാണ് ഏറ്റവും ശരിയായ കാര്യം. ഇവരൊന്നും ഈ സുകുമാരൻ നായരൊന്നും അല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള ധാരണയും കളയണം. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ പിന്നെ പിന്നെ മുസ്ലിം നേതാക്കളോ അല്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യൻ ആത്മീയ നേതാക്കളോ, മുസ്ലിം ആത്മീയ നേതാക്കളോ, ക്രിസ്ത്യൻ ആത്മീയ നേതാക്കളോ, അല്ലെങ്കിൽ ഇതുപോലെ SNDPയുടെ നേതാവോ NSSൻ്റെ നേതാവോ ഒന്നും അല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കേണ്ടത്. പിന്നെന്തിനാ ജനാധിപത്യത്തിൽ വിശ്വാസമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കിയെടുക്കണം. ഇങ്ങനെയുള്ളവരെ ഇതിവിടെ നിലപാട് മാറ്റം ഉണ്ടായത് ആർക്കാണ്? കോൺഗ്രസിന് നിലപാട് മാറ്റം വല്ല ഉണ്ടായോ? കോൺഗ്രസിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് നിലപാട് മാറ്റിയിരുന്നെങ്കിൽ സുകുമാരൻ നായർക്ക് പറയാം, അവരുടെ നിലപാട് മാറ്റം ഞങ്ങളെ വേദനിപ്പിച്ചു, വലിയ പ്രശ്നമായി എന്ന് പറയാം. ഇവിടെ കോൺഗ്രസിന് ഒരു നിലപാട് മാറ്റം ഉണ്ടായില്ല. അവർ പഴയ നിലപാട് തന്നെയാണ് ഉണ്ടായത്. എന്നിട്ടും ഇതുപോലെ വരുന്നത് ഏതോ വലിയ ഒരു ബാർഗെയിനിങ്ങിൻ്റെ തന്ത്രമാണിത്. ഈ ബാർഗെയിനിങ്ങിനകത്ത് വീഴരുത് ഒരിക്കലും. അതല്ല വേണ്ടത്. സുകുമാരൻ നായരല്ല ഇവിടെ തീരുമാനിക്കേണ്ടത് ഇവിടെ ആരാണ് ഭരിക്കണം വേണ്ടെന്നുള്ളത്. അത് ആദ്യം മനസ്സിലാക്കണം. ഇവിടുത്തെ ജനങ്ങളാണ്, ഇവിടെ പാവപ്പെട്ട ജനങ്ങൾ പോയി വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്നതാണ്. അതിനിവിടെ വർഗീയതയും ഒന്നും പാടില്ല. ഇവിടെ ഒരു യഥാർത്ഥത്തിൽ ഈ വർഗീയത എന്നൊക്കെ പറയുന്നത് എടുത്ത് ദൂരെ കളയണം. ഒരു വർഗത്തിനും, ഏത് വർഗത്തിൻ്റെ ആയാലും ഒരു വർഗീയതയും പാടില്ല. ആ രീതിയിലാണ്. ഇതിന് മുസ്ലിം ലീഗൊക്കെ എങ്ങനെയെങ്കിലും ഇവരെ പ്രീണിപ്പിക്കണമെന്ന് പറഞ്ഞ് ഇപ്പം നടക്കുന്നു. നാണമില്ലേ ഇവർക്ക്? എന്തിനാ ഇത്? അവർ പറയുന്നവർക്ക് വോട്ട് കൊടുത്തോട്ടെ, അവർ ചെയ്തോട്ടെ, അവർക്ക് അവരുടെ സംഘടനയ്ക്ക് സ്വാതന്ത്ര്യമില്ലേ? സതീശൻ്റെ പ്രസ്താവന വളരെ ശരിയായി.